അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൊടിസുനിയാണ്, യൂണിഫോം ഇട്ട കൊടിസുനിയാണ് അജിത് കുമാർ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ലീവ് എടുത്ത് മാറി നിൽക്കുന്നതല്ല. ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് പോവുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ SP ഓഫീസുകളിലേക്കും മാർച്ച്, ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി. SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇവർ നന്നാകുമെന്ന് എഴുതിയിട്ടല്ല, ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ബാക്കി സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അൻവറിനെ, ശ്രീ PV അൻവറിനെ നേരിട്ട് ബോധ്യമുള്ള വിഷയങ്ങളാണല്ലോ, ശ്രീ PV അൻവറിനെ സാക്ഷിയാക്കി ഈ വിഷയത്തിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഡിമാൻഡുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വിചിത്രമായ മറ്റൊരു കാര്യം, സംസ്ഥാനത്തൊരു ഭരണപക്ഷ MLA പറയുക എൻ്റെയിലും ഫോൺ ചോർത്തലുകളുണ്ടെന്ന്. അതെങ്ങനെയാണ് സാധിക്കുക? നിങ്ങളൊക്കെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫോൺ ചോർത്താനുള്ള സംവിധാനം ഉണ്ടോ? ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് ഞാൻ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഒരാളുടെ ഫോൺ ചോർത്താനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഭരണപക്ഷത്ത് എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഭരണപക്ഷത്തെ ഒരു MLA പറയുന്നു എൻ്റെയിലും ഫോൺ ചോർത്തലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ADGPയുടെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളുടെയും ഫോൺ ചോർത്തുന്നു, ആ ADGPയുടെ ഫോൺ ഞാൻ ചോർത്തുന്നു എന്ന് പറയുമ്പം എത്ര വലിയ അരാജകത്വത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് ഈ വിഷയങ്ങൾക്കകത്തൊക്കെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ ഈ അവിശുദ്ധ അൺഹോളി നെക്സസിനെ കാണുന്നുണ്ട്. നമ്മൾ മുൻപ് കേട്ടിരുന്ന സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. അപ്പോൾ ഇതൊരു വലിയ നെക്സസാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ്. അധോലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധോലോകം ഷെയ്ഡി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അണ്ടർഗ്രൗണ്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നിട്ട് അധോലോക പ്രവർത്തനം നടത്തുന്ന ആദ്യത്തെ മന്ത്രിസഭ എന്ന രീതിയിലായിരിക്കും ശ്രീ പിണറായി വിജയൻ്റെ മന്ത്രിസഭ അറിയപ്പെടുന്നത്. അജിത് കുമാർ അന്വേഷിച്ച കേസുകളിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് ഈ ഒരു സമയം ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, അജിത് കുമാർ എന്ന് പറയുന്ന ആൾ ഷെയ്ഡിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അയാൾ അന്വേഷിച്ചതിന് വേണ്ടിയിട്ടാണ്, സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടാണ് അയാൾ അന്വേഷിച്ചത്. അപ്പോൾ അയാൾ അന്വേഷിച്ചിട്ടുള്ള കേസുകൾ, ആ കേസുകളുടെ സ്വഭാവം നിങ്ങൾ എടുത്തു നോക്കൂ. അജിത് കുമാർ അന്വേഷിച്ചിട്ടുള്ള കേസുകളുടെ സ്വഭാവം നിങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കൂ. ഒന്നെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണം, അതല്ലെങ്കിൽ ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണം. പ്രതിപക്ഷത്തെ നേതാക്കന്മാർക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണത്തിൽ സർക്കാർ അജണ്ട നടപ്പിലാക്കുക, ഇപ്പുറത്ത് സംരക്ഷിക്കുക, അപ്പുറത്ത് എങ്ങനെയും പ്രതികൂട്ടിലാക്കുക, ഇപ്പുറത്ത് സംരക്ഷിക്കുക. ഈ ഉത്തരവാദിത്തമാണ് ശ്രീ അജിത് കുമാർ നല്ല ഭംഗിയായി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭരണപക്ഷ MLA തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുകയാണ്. അതും ഏതോ ഭരണപക്ഷ MLA അല്ല, PV അൻവറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടുകയാണ്. LDF കൺവീനർ EP ജയരാജനെ മാറി അല്ലെങ്കിൽ മാറ്റി? അല്ല, LDF കൺവീനർ സത്യത്തിൽ LDFൻ്റെ കൺവീനർ ഇന്ത്യക്ക് വേറൊരു കൺവീനറിന് ആവശ്യമില്ല. ഇവരെല്ലാം കൂടെ ചേർത്തിട്ട് ആരാണെന്ന് തീരുമാനിച്ചാൽ മതി. ഇപ്പം TP രാമകൃഷ്ണൻ വെച്ചു എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നാളെ അദ്ദേഹം NDA കൺവീനറാകും. എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇവർ എന്തുമായാലും ഇതെല്ലാം ഒന്നാണല്ലോ എല്ലാ രീതിയിലും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഏതെങ്കിലും ഒരു സീനിയർ BJP CPM നേതാവിനെ അതിൻ്റെ കൺവീനറാക്കിയാൽ തീരുന്ന പ്രശ്നമേ ആ പാർട്ടിക്കകത്തുള്ളൂ. അപ്പം ആ വിഷയത്തിനകത്ത് പോലും അന്ന് ഇപ്പോൾ EP ജയരാജൻ മാറുന്നു. EP ജയരാജൻ മാറുന്ന സമയത്ത് അന്ന് നമ്മൾ പറഞ്ഞ അലിഗേഷൻ എന്താ? BJPയുടെ കേന്ദ്രമന്ത്രിയുമായി ബിസിനസ് പാർട്ട്ണറാണ് LDFൻ്റെ കൺവീനർ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ സ്ഥാനാർത്ഥികൾ മികവുറ്റ സ്ഥാനാർത്ഥികളാണെന്നുള്ള ആദ്യത്തെ കോമൻറ്റ് വരുന്നത് എവിടുന്ന? LDF കൺവീനറിൻ്റെ ഭാഗത്തു നിന്നാണ്. BJPയും CPM തമ്മിൽ മത്സരമെന്ന ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് LDF കൺവീനറാണ്. അന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമ്മൾ വ്യാജമായി പറയുകയാണ്. ഇപ്പോൾ തെളിയിക്കപ്പെട്ടില്ലേ EP ജയരാജൻ എന്തിനാ മാറ്റേണ്ടി വരുന്നത്? അപ്പോൾ അതുകൊണ്ട് അതവർ ഒരുമിച്ച് ഒറ്റ മുന്നണിയായി പോകുമ്പോൾ ഈ രണ്ട് കൺവീനർ എന്ന് പറയുന്ന ഒരു അസൗകര്യമായിരിക്കും. അതിന് രണ്ടും കൂടെ ചേർത്തിട്ട് ഒറ്റ കൺവീനർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അവർ ആലോചിക്കേണ്ടതായിരിക്കും.